السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله الممدوح في القرآن. اللهم فصل عليه وعلى آله وأصحابه الأبرار. أما بعد فيا عباد الله، اتقوا الله حق التقوى واجعلوا تقواه نسب أعينكم في السر والعلن. فقد قال الله سبحانه آمرا لكم وتزودوا فإن خير الزاد التقوى. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, എല്ലാവരും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ ഹൃദയങ്ങളിലേക്കും സന്തോഷം കടന്നു വരുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. 4 ചുവരുകൾക്കിടയിൽ കഴിയുന്ന രോഗികളുടെ മനസ്സിലും ഇന്ന് സന്തോഷമാണ്. ദാരിദ്ര്യത്തിന്റെ വറുതിയിലൂടെ അതിന്റെ നടുവിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയത്തിലും ഇന്ന് സന്തോഷമാണ്. മുഴുവൻ മനുഷ്യരുടെ ഹൃദയത്തിലേക്കും അല്ലാഹു തആലയാണ് സന്തോഷം ഇട്ടു തന്നിരിക്കുന്നത്. ആ സന്തോഷം നമുക്ക് സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും പരസ്പരം ആശംസകൾ കൈമാറാനുമാണ്. സഹോദരങ്ങളെ, ഒരു മാസക്കാലം നോമ്പ് നോൽക്കണമെന്നുള്ളത് അല്ലാഹുവിന്റെ കൽപ്പനയായിരുന്നു. അല്ലാഹു തആലയാണ് അത് നമുക്ക് കണക്കാക്കി തന്നവൻ, പൂർത്തിയാക്കി തന്നവൻ. ഈ വർഷത്തിൽ 29 ദിവസം നോമ്പ് നോൽക്കണമെന്നായിരുന്നു അല്ലാഹുവിന്റെ തീരുമാനം. ആ 29 ദിവസത്തെ നോമ്പ് നോറ്റതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നു. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. ആ നോമ്പ് നോറ്റതിന് ശേഷം, എണ്ണം പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ തക്ബീറുകൾ ചൊല്ലണം. നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് പകരമായി നന്ദിയായിക്കൊണ്ട് നിങ്ങൾ തക്ബീറുകൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ ഇന്നലെ മഗ്‌രിബ് മുതൽ നമ്മൾ പ്രഖ്യാപിക്കുകയായിരുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയായിരുന്നു. നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ പ്രഖ്യാപിച്ചു. ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും പ്രഖ്യാപിച്ചു. ഇത് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും തക്ബീറുകൾ മുഴക്കുകയായിരുന്നു. അവരുടെ ഭാഷ നമുക്ക് അറിയായിരുന്നുവെങ്കിൽ, അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകുമായിരുന്നുവെങ്കിൽ, ഒരുപക്ഷേ നമ്മൾ മുഴക്കിയതിനേക്കാൾ ശക്തമായിട്ടും ശബ്ദത്തോടുകൂടിയും അവർ തക്ബീർ മുഴക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഒന്നാമതായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത് തക്ബീർ തന്നെയാണ്. പെരുന്നാളിന്റെ സന്ദേശം, ഈദിന്റെ ഏറ്റവും വലിയ സന്ദേശം നമ്മൾ മുഴക്കിയ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും പ്രഖ്യാപിക്കുന്ന തക്ബീറാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ആണെന്ന് പറയുമ്പോൾ ജീവിതം കൊണ്ട് അല്ലാഹുവിനെ അക്ബറായിക്കൊണ്ട്, ഏറ്റവും വലിയവനായിക്കൊണ്ട് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ തക്ബീറിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, ഖുൽ നബിയേ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ആ പടച്ച റബ്ബല്ലാത്ത, ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ അല്ലാഹു അല്ലാത്ത ഒരാളോടും, ഒരു മഖ്ലൂഖിനോടും, അഹദാ, ഒരാളോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല, ഒരാളോടും ഞാൻ സഹായം ചോദിക്കുകയില്ല, ഒരാളോടും എന്റെ ഇസ്തിഗാസ, എന്റെ ഇസ്തിആന, സത്യം ചെയ്യലോ നേർച്ചയോ അത്തരത്തിലെ ഇബാദത്തുകളിൽ വരുന്ന ഒരു കാര്യവും അല്ലാഹു അല്ലാത്തവർക്ക് ഞാൻ നൽകുകയില്ല.
എന്റെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, എന്റെ സഹായം നേട്ടം അല്ലാഹുവിനോട് മാത്രം, എന്റെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഞാൻ തലകുനിക്കുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം, ഞാൻ നേർച്ചകൾ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം, ഞാൻ അങ്ങേയറ്റം കെഞ്ചി ചോദിക്കുന്നത് അല്ലാഹുവിനോട് മാത്രം. ഇങ്ങനെ ആരാധനയുടെ പരിധിയിൽ വരുന്ന ഏതേത് കാര്യങ്ങളാണെങ്കിലും അത് ഞാൻ അല്ലാഹു അല്ലാത്തവർക്ക് വെക്കുകയില്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്. എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന് പകരം ഏതെങ്കിലും ജാവങ്ങളോ മക്ബറകളോ പുണ്യപുഷ്പങ്ങളോ പുണ്യമരങ്ങളോ ഭാവിമാരോ ബീവിമാരോ തങ്കന്മാരോ ഒരാളും തന്നെ എന്റെ ജീവിതത്തിലില്ല. എനിക്ക് വലുത് എന്റെ റബ്ബാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെതിരെ ആരെല്ലാം തിരിഞ്ഞാലും സമൂഹം ഒറ്റക്കെട്ടായി കൊണ്ട് നമ്മളെ എതിർത്താലും ഇന്നല്ലാഹ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും, ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി കൊണ്ട് തൗഹീദിനെതിരെ തിരിഞ്ഞാലും നമ്മൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. എന്റെ സഹായ നേട്ടം അല്ലാഹുവിനോട് മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നമ്മൾക്കെതിരെ ഉപ്പയെതിരായാലും ഉമ്മയെതിരായാലും സമൂഹമെതിരായാലും മഹല്ല് ബഹിഷ്കരിച്ച് ഒരാളും തിരിഞ്ഞു നോക്കാതെ പുഴുക്കളയിച്ച് മയ്യത്ത് കിടക്കേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ മക്കളെ വിവാഹം കഴിക്കാൻ ഒരാളും കടന്നു വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം നമ്മളെ പേടിപ്പിച്ചാലും അവരുടെ ഈമാൻ വർദ്ധിക്കും. അവരുടെ ഈമാൻ വർദ്ധിക്കും. അവർക്കത് പ്രശ്നമില്ല. സമൂഹം ഒറ്റക്കെട്ടായിക്കൊണ്ട് നെഞ്ചിലേച്ചവരെ അല്ലാഹുവാണ് ഏറ്റവും വലുത്. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിൽ മാത്രമേ വരവേൽപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്നവന്റെ എന്തൊക്കെ കേട്ടാലും, എത്ര ഒറ്റപ്പെടുത്തിയാലും, എത്ര അകറ്റിയാലും, എത്ര അപമാനിച്ചാലും അവന്റെ ഈമാൻ വർദ്ധിക്കും. അവൻ പറയും ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കല്ലാഹ് മതി, എനിക്കല്ലാഹ് മതി, വനിഅമൽ വകീൽ. വരവേൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന പ്രഖ്യാപനമായിരിക്കണം. പ്രിയമുള്ളവരെ, ഒന്നാമതായി ഈ സുദിനത്തിന്റെ നമുക്ക് വേണ്ടത് എന്നുള്ളത്, പ്രിയമുള്ളവരെ, ഇത് കീഴടങ്ങലാണ്. അല്ലാഹുവിന്റെ മുന്നിൽ കീഴടങ്ങലാണ്. അങ്ങനെ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ലക്ഷ്യം മറക്കാതിരിക്കുക. ഒരു റമദാൻ മാസം നമ്മൾ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു. നമ്മൾ രാത്രി നമസ്കാരങ്ങളിൽ ഏകലടിച്ചു കരഞ്ഞു വന്നവർ നമ്മുടെ മുന്നിലുണ്ട്. തേങ്ങി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചവർ, അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞവർ നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് റബ്ബേ, കത്തിയാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, പേടിപ്പിക്കുന്ന ഹൃദയത്തിലേക്ക് ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, ആ നരകത്തിന്റെ പാതയിലേക്ക് ഇനി നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് വഉഇദ്ദത് ലിൽ മുത്തഖീൻ. നരകത്തിന്റെ വഴിയിലേക്കല്ല ഇനി നമ്മൾ പോകുന്നത്. നരകത്തിന്റെ വഴിയിലേക്കല്ല. വസാരിഉ, നിങ്ങൾ മത്സരിക്കുക, നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, പ്രവിശാലമായ സ്വർഗ്ഗത്തിലേക്ക്, ആകാശഭൂമികളെക്കാൾ ഉന്നതമായ പ്രവിശാലമായ സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് മുസ്ലിമെ മത്സരിക്കുക. അത് മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ ദുനിയാവല്ല. ഈ ദുനിയാവിൽ കുറെ സമ്പാദിച്ചു കൊണ്ടല്ല. ഒരേ ഒരു ലക്ഷ്യം, ഇന്ന് മരണപ്പെട്ടാൽ, നാളെ മരണപ്പെട്ടാൽ, ഇന്നൊരു ആക്സിഡന്റിൽ, ഇന്ന് പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നതിന് വീട്ടിലെത്തുന്നതിന് മുന്നേ മരണപ്പെട്ടാൽ നമുക്ക് സ്വർഗ്ഗം ലഭിക്കണം. സഹോദരങ്ങൾ, അതിനേക്കാൾ ഒരു ലക്ഷ്യം നമുക്കില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം വേറൊന്നും അവൻ നോക്കാനില്ല. ഈ ചെറിയ ജീവിതം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രവിശാലമായിട്ടുള്ള അറ്റമില്ലാത്ത ആ സ്വർഗ്ഗത്തിലുള്ള സുഖാനുഭൂതികൾ അത് അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. രാത്രി നമസ്കാരങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം കേട്ട കാതുകൾ കൊണ്ട് എനിക്ക് സംഗീതമായി ആസ്വദിക്കുകയില്ല. പടച്ചറപ്പിന്റെ മുന്നിൽ തസ്ബീഹ് ചൊല്ലിയ, തഹ്ലീൽ ചൊല്ലിയ, ഖുർആൻ പാരായണം ചെയ്ത എന്റെ നാവുകൊണ്ട് ഒരാളെയും ഞാൻ ഉപദ്രവിക്കുകയില്ല, ഒരാളെയും ഞാൻ അപമാനിക്കുകയില്ല, ഒരാളെ പറ്റിയും ഞാൻ പരദൂഷണം പറയുകയില്ല.
ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. ഖുർആൻ പാരായണം ചെയ്യുന്ന നാവാണെന്റേത്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, തഖ്വ നിലനിർത്തണം. പരിശുദ്ധ റമദാനിൽ പലരും കബറിലാണ്. ഇന്ന് പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും കബറിലാണ്. നമ്മുടെ 6 അടി മണ്ണിലേക്ക് ചെത്തി വീഴുക്കി 3 കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് പ്രിയമുള്ളവർ ചൊല്ലി ഈസാൻ കല്ലിനേക്കാൾ വലിയൊരു കല്ല് നമ്മുടെ നെഞ്ചകത്തേക്ക് കയറ്റി വെച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. സഹോദരങ്ങളെ, 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ നമ്മുടെ സഹോദരങ്ങളില്ല, പിന്നെ നമ്മുടെ സമ്പത്തില്ല, പിന്നെ നമ്മൾ ചെയ്തു കൂട്ടിയ നമ്മൾ ഇവിടെ വെച്ച് ദുനിയാവിന് വേണ്ടി ചെയ്ത സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല. നമ്മുടെ സ്വതകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രം ആ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഹജറ ഫൗക സലാസിൻ ഫമാത ദഖല النار. 3 ദിവസത്തിനകം ഒരു സഹോദരനുമായി കൊണ്ട് പിണങ്ങി നിന്നാൽ, സ്വത്തിന്റെ പേരിൽ തർക്കം, വെറുതെ അനാവശ്യമായുള്ള തർക്കം, ഒരു മതിലിന്റെ പേരിൽ, ഒരു മരത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ കണ്ടിട്ട് ചിരിക്കാത്തതിന്റെ പേരിൽ ബന്ധം വിച്ഛേദിച്ചവരെ, ആളുകളോട് പിണങ്ങി നൽകുന്നവരെ, ആ ബന്ധം വിച്ഛേദിച്ചവരായിക്കൊണ്ട് നമ്മൾ മരണപ്പെട്ടാൽ കത്തിയാറുന്ന നരകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ സുദിനം എന്നുള്ളത് ഇണക്കത്തിന്റെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശമാണ്. സഹോദരങ്ങളെ, പരസ്പരം പോരടിക്കാൻ, പരസ്പരം ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. മുസ്ലിം ഉമ്മത്ത് ഭിന്നിപ്പിച്ചു പോകരുത്. മുസ്ലിം ഉമ്മത്ത് പരസ്പരം ചരിവാരിയരുത്. മുസ്ലിം ഉമ്മത്ത് പരസ്പരം കഴിച്ചിരിക്കാൻ പാടില്ല. എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, സംഘടനയുടെ മറ്റ് എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് അവരൊരു മുസ്ലിം ആണെങ്കിൽ അവരെ സ്നേഹിക്കാൻ, അവരെന്റെ സഹോദരനാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടത്. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നന്ദി കാണിക്കുന്നവരായിരിക്കും നമ്മൾ. ചുറ്റും റാഫാത്തുകളും ശിർക്കും വിദഅത്തുകളും നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്ത് നമുക്ക് തൗഹീദ് ലഭിച്ചവരാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് എത്താൻ, സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ചുരുക്കം പേരിൽ ഈ പള്ളിയിൽ ഇരിക്കുന്ന ആളുകളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തവരാണ്. അല്ലാഹു തആല പ്രത്യേകം സ്പെഷ്യൽ ആയിക്കൊണ്ട് തിരഞ്ഞെടുത്തവരാണ്. ആ ഒരു തിരഞ്ഞെടുത്തവർ, ഈ ഒരു അനുഗ്രഹം നൽകിയവർ, അവർ ചെയ്യേണ്ടത് ആ ഒരു നമുക്ക് കിട്ടിയ തൗഹീദ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കടൽമരത്തിന്റെ ചുവട്ടിൽ നമ്മൾ ജീവിക്കുന്നു. ഈ അനുഗ്രഹം പടച്ചറപ്പ് ചോദിക്കും. മുസ്ലിം രാജ്യങ്ങളിൽ പോലും സമാധാനമില്ലാതെ അവർ ജീവിക്കുകയാണ്. പലസ്തീനിലെ ഒരു ബാലന്റെ ചിത്രം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നുണ്ട്. പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, ഓരേ നിന്റെ പേരെന്താണ്? ഓരേ നിന്റെ പേരെന്താണ്? എന്റെ മോൾ ഹസൻ എന്നാണ് എന്റെ പേര്. ഓരേ നിന്റെ ഉപ്പയുടെ, നിന്റെ ഉമ്മയുടെ? എന്റെ ഉമ്മ കബറിലാണ്. നിന്റെ ഉപ്പയുടെ? എന്റെ ഉപ്പ കബറിലാണ്. മോനെ, എനിക്ക് പിന്നെ വേറെ ആരാണുള്ളത്? എനിക്ക് എന്റെ അനുജനുണ്ട്. ആ അനുജൻ എവിടെയാണ്? ആ അനുജനും കബറിലാണ്. അതായത് ആകാശത്തിന്റെ അടിയിൽ, ആകാശത്തിന്റെ താഴെ ഒരാളും കൂട്ടിയില്ലാതെ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രയാസപ്പെടുന്നു. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞു നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയാസം നമുക്കില്ല. പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ നമ്മൾ സ്വതന്ത്രരാണ്. തൗഹീദ് അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചിട്ടും അത് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, ശിർക്ക് ചെയ്യുന്ന നരകത്തിലേക്കുള്ള റൂട്ടിലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക്, വിദ്യാർത്ഥികളിൽ ഒഴുകി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എത്ര ആളുകൾ തൗഹീദ് പറഞ്ഞു കൊടുത്തു? എത്ര ആളുകൾ വിദ്യാർത്ഥികളെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തു? എത്ര ആളുകൾ ശിർക്ക് ചെയ്യുന്നവരായി കൊണ്ട് മരണപ്പെട്ടാൽ നിങ്ങൾക്ക് നരകമുറപ്പാണ് എന്ന് ഖുർആനിലെ വചനം കാണിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് എത്ര ആളുകൾ സാധിച്ചു? ഇത്രയൊരു അനുഗ്രഹം നൽകിയതിന് അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഈമാനുണ്ടെങ്കിലും അമലുണ്ടെങ്കിലും ദഅവത്ത് നടത്തുന്നവരെ, പ്രബോധനത്തിന് ഇറങ്ങുന്നവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ചുമലിൽ ദഅവത്ത് ചെയ്യാനുള്ള ഒരു ബാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രബോധനത്തിന്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരങ്ങൾ ഈ റമദാനിൽ മാത്രമുള്ളതല്ല. റമദാൻ കഴിഞ്ഞാലും ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും പള്ളിയിൽ ഉണ്ടായിരിക്കണം. റമദാനിന്റെ അടിമകളല്ല നമ്മൾ. ഖുർആൻ പാരായണം എല്ലാ ദിവസവും റമദാൻ കഴിഞ്ഞതോടെ ഖുർആൻ പഠിച്ചു
കടക്കി വെക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവാൻ പാടില്ല. ഖുർആൻ പാരായണം ഒരു പേജെങ്കിലും ഒരു അരപ്പേജെങ്കിലും ദിവസവും ഓതാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നോമ്പ് നമ്മൾക്ക് ഇവിടെ പറയുന്നു, പക്ഷേ റമദാൻ നമ്മൾക്ക് ഇവിടെ പറയുന്നു. നോമ്പ് നമ്മൾക്ക് ഇവിടെ പറയുന്നില്ല. തിങ്കളാഴ്ചത്തെ നോമ്പുണ്ട്, വ്യാഴാഴ്ചത്തെ നോമ്പുണ്ട്, അതുപോലെ തന്നെ അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പുണ്ട്. അത്തരത്തിലുള്ള നോമ്പുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം, നമ്മൾ പരിശീലിക്കണം, ഖുർആനിനെ ചേർത്ത് വെക്കണം സഹോദരങ്ങളെ. അതുപോലെ തന്നെ സുബഹിക്ക് പള്ളിയിൽ വരണം. സുബഹിക്ക് എഴുന്നേറ്റുകൊണ്ട് ഉറക്കത്തെ എഴുന്നേറ്റുകൊണ്ട് പള്ളിയിൽ വരിക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി. ഒരു നാടിൽ എത്രത്തോളം അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ അവിടെ സുബഹിക്ക് പള്ളിയിൽ വന്നാൽ മനസ്സിലാകും. ആ സുബഹിക്ക് എത്ര ആളുകളുണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാകും. അവിടെ നമുക്ക് ഇത്രയും ആളുകൾ തൗഹീദുള്ളവരായിട്ട് ഒരു പള്ളി ഉണ്ടായിട്ടും സുബഹിക്ക് വാക്ക് കൊടുക്കുമ്പോഴും പള്ളിയിൽ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവാൻ പാടില്ല സഹോദരങ്ങളെ. സുബഹിക്ക് പള്ളിയിൽ വരണം. അല്ലാഹുവിന്റെ അടുത്തെത്തുമ്പോൾ ഞാൻ അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഉറക്കൊഴിവാക്കി എനിക്ക് അവിടെ കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്റെ മനസ്സിനെ നഫ്സിനോട് ജിഹാദ് ചെയ്തു, ഞാൻ പള്ളിയിലേക്ക് വന്നു, സുബഹിക്ക് പള്ളിയിലേക്ക് വന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഖുർആനുമായി ബന്ധമുണ്ടാകണം, നമസ്കാരങ്ങൾ ഉണ്ടാകണം, ദിക്റുകൾ ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് റമദാനോടുകൂടി ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. റഹ്മാനായ റബ്ബേ, ഈ റമദാൻ മാസം ഞങ്ങൾ നോച്ച നോമ്പ്, അതുപോലെ തന്നെ നമ്മൾ നിസ്കരിച്ച രാജ നമസ്കാരങ്ങൾ, ഞങ്ങൾ പാരായണം ചെയ്ത ഖുർആൻ പാരായണങ്ങൾ, അല്ലാഹുവേ എന്റെ റഹ്മത്ത് കൊണ്ട് ആ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പ്രത്യേകം മാറി പറയുന്നതാണ് ഞങ്ങളുടെ റബ്ബേ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും നിലനിർത്തി തരണമേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിംകൾക്ക് കരുത്തും വിജയവും അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ സിംഹത്തിന് ഐക്യം നൽകണമേ റഹ്മാനെ. മാരാവ്യാധികൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഈ വിചാരിക്കുകയാണെങ്കിൽ ഏത് വലിയ ദുരന്തമാണെങ്കിലും നിനക്ക് അത് മാറ്റാൻ എളുപ്പമാണ്. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. اللهم اغفر للمسلمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في غزة يا ذا الجلال والعزة. اللهم انصر المسلمين في غزة يا ذا الجلال والعزة. اللهم انصر المسلمين. اللهم انصر المسلمين في الهند. ربنا يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.